കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പങ്കജിനോട് സംസാരിച്ചു. മോനെ, ദേ അമ്മ ഇപ്പൊ പോകുന്നത് പ്രതീഷിനെ കാണാനാണ്. അവനെ കണ്ടിട്ട് വേണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തതോടുകൂടി നമ്മുടെ സുമിത്രയും മക്കളും തമ്മിലുള്ള നല്ല ബന്ധം അവസാനിക്കുമെന്ന് പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ പങ്കജിനോട് സംസാരിച്ചു. പങ്കജിനാണെങ്കിലോ ഇതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായി. മമ്മി, ഇനിയിപ്പോൾ പൂജ വീട്ടിൽ ചെന്നിട്ട് രഞ്ജിതാൻ്റിയോട് പ്രതീഷിൻ്റെ കാര്യങ്ങൾ പറയില്ലേ? അപ്പോൾ എന്തായാലും അതുകൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും സുമിത്ര ആൻറ്റിയുടെ കാര്യം പോക്കാണ്. ഇനി മിക്കവാറും സുമിത്ര ആൻറ്റിക്ക് അതൊരു ഷോക്കായി കഴിഞ്ഞാൽ പഴയ പോലെയൊക്കെ ആയി പോകുമോ എന്നുള്ള രീതിയിൽ പങ്കജ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ രഞ്ജിത പറയുന്നുണ്ട്, എടാ മോനെ, നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയുള്ള ഒരുത്തിയൊന്നും അല്ല അവൾ ഇത്രയും കാലം മരിച്ചു പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ കഴിഞ്ഞത്. പക്ഷെ 6 വർഷം ആ ഒരു കോമ കഴിഞ്ഞിട്ട് അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നില്ലേ? അതുപോലെ തന്നെ അവൾ ഇനി പറന്നുയരാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവളുടെ ഓരോ ചിറകുകളായിട്ട് നമ്മൾ വെട്ടി ഒതുക്കണം, അല്ലെങ്കിലേ ശരിയാവില്ല എന്നും പറഞ്ഞ് രഞ്ജിത നമ്മുടെ അരവിന്ദനെയും കൂട്ടി ജയിലിലേക്ക് പോവുകയാണ്. അപ്പം അതാ നമ്മുടെ രഞ്ജിത പോകുന്ന വഴി അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ രഞ്ജു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ? എനിക്ക് പേടിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അരവിന്ദൻ സംസാരിച്ചതും രഞ്ജിതയാണെങ്കിലും, എൻ്റെ അരവിന്ദേട്ടാ, നിങ്ങൾ വലിയ രീതിയിലൊന്നും പേടിക്കുമൊന്നും വേണ്ട. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും സുമിത്രക്കെതിരെ പ്രതീക്ഷ ഞാൻ തിരിച്ചിരിക്കും എന്നുള്ള രീതിയിൽ രഞ്ജിത ഇങ്ങനെ സംസാരിച്ചു. തന്നിൽ എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു ഭയവും ഉണ്ടെന്നും പറഞ്ഞ് അരവിന്ദൻ വണ്ടി ഓടിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുമിത്രയാണെങ്കിലും പൂജയും കൂട്ടിയിട്ട് നമ്മുടെ ദീപുവിൻ്റെ വീട്ടിലെത്തി. അപ്പം ദീപുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ചിത്രത വാതിലൊക്കെ തുറന്നു. സുമിത്രേച്ചിയെ കണ്ടപ്പോഴേ ചിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. ചിത്ര ഓടിപ്പോയി സുമിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ ചിത്രേ, നീ കരയല്ലേ? നീ എന്തിനിങ്ങനെ കരയണത്? ദേ, നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഈ സുമിത്രേച്ചി നിന്റെ കൂടെ ഇല്ലേന്നും പറഞ്ഞ് ചിത്രയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കിനും, ഇത് കണ്ടോ ചേച്ചി, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നോക്ക്, ഈ ദീപുവേട്ടൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങളൊന്ന് നോക്കെന്നും പറഞ്ഞ് ദീപുവിനെ കാണിച്ചു കൊടുക്കുകയാണ് സുമിത്രയ്ക്ക്. അപ്പോൾ ദാ ചിത്ര പറഞ്ഞതും നമ്മുടെ സുമിത്ര വന്ന് നോക്കുമ്പോൾ കുടിച്ച് ലെവല് പോയ അവസ്ഥയിലാണ് നമ്മുടെ ദീപു അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴാണ് ചേച്ചി ഫുൾ ടൈം കുടിയാണ്. ചേച്ചിയോട് എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്തു, അത് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കുടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൂനാണെങ്കിൽ ഇപ്പം ഇങ്ങനോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ ഈ മനുഷ്യനും കൊണ്ട് ഇനി എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്നും പറഞ്ഞ് ചിത്ര തൻ്റെ സങ്കടങ്ങളൊക്കെ സുമിത്രയോട് പറയുകയാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ ഇതൊക്കെ കേട്ടിരുന്നിട്ട് പതുക്കെ ദീപുവിന്റെ അടുത്തേക്ക് പോവാണ്. ദീപുവിന്റെ അടുത്ത് ചെന്നതും, എടാ ദീപു, നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ചേച്ചിയുടെ മുന്നിൽ ഭയങ്കര ഒരു മര്യാദക്കാരനായിട്ടുള്ള അനിയനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ദീപു. അവരെ നോക്കാൻ പോലും വലിയ പ്രയാസത്തിൽ നിന്ന് ദീപു പറയാണ്, ഞാൻ കുടിച്ചിട്ടുണ്ട് ചേച്ചി, എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ കുടിച്ചു പോയതെന്നും പറഞ്ഞ് പിന്നെ ആണെങ്കിലോ ദീപു ഇത്രയും കാലവും ചെയ്ത് കൂട്ടിയ സകല വൃത്തികേടുകളും സുമിത്രയോട് എണ്ണി എണ്ണി പറയുകയാണ്. ചേച്ചി, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു, എല്ലാം പണം മോഹിച്ചു തന്നെയാണ്. ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്ന സമയത്തും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ സുമിത്രാസ് വിറ്റതും അതുപോലെ തന്നെ ശ്രീനിലയം അത് പരമശിവത്തിന് കൈമാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും എല്ലാം ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിലോ ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഇത്ര കണ്ടൊരു ഫ്രോഡായിരുന്നോ തൻ്റെ പുന്നാര അനിയൻ എന്ന് ആലോചിക്കുമ്പോൾ സുമിത്രയ്ക്ക് സങ്കടം വരികയാണ്. നീ എന്തൊക്കെ ഈ ചെയ്തു കൂട്ടിയത്? ചേച്ചി, പണത്തോടുള്ള ആർത്തി അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ദീപു ആണെങ്കിൽ സുമിത്രയോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. അപ്പൊ സുമിത്രയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും ദീപു എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ട് സുമിത്ര പറയുക, സംഭവിച്ചതൊക്കെ പോട്ടെ ചേച്ചി, ഇത്രയും വർഷം തൻ്റെ മനസ്സിൽ കരുതി വെച്ച എല്ലാ കള്ളത്തരങ്ങളും ചതിയും ഒക്കെ ദീപു ഇങ്ങനെ സുമിത്രയോട് തുറന്നു പറയാണ്. ചേച്ചി, കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ചിത്രയോട് ഇതൊക്കെ സംസാരിച്ചതാണ്, പക്ഷെ അവൾക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ദീപു ഒരേ കരച്ചിൽ കരഞ്ഞപ്പോഴത്തേക്കിനും സുമിത്ര ആശ്വസിപ്പിച്ചു, സാരമില്ല, ഇനിയിപ്പോൾ പോയതൊക്കെ സംഭവിച്ചതും ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്, നിനക്കൊരു കുടുംബമുണ്ട്, ചേച്ചിയുടെ ജീവിതം ഇത്രയൊക്കെ ആയി, ചേച്ചിയുടെ മക്കളൊക്കെ ഒരു നിലയിൽ എത്തിയെന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ സംസാരിച്ചു.
ചേച്ചിയുടെ ആ ഒരു മഹാമനസ്സ് കാണുമ്പോൾ നമ്മുടെ ചിത്രയാണെങ്കിലോ സുമിത്രയെ കൈകൂപ്പി തൊഴുകയാണ്. ഇത്ര കണ്ട് ദ്രോഹത്തരമൊക്കെ ചെയ്ത ഒരു മനുഷ്യനായിട്ടും ദീപുവിനോട് സുമിത്ര ക്ഷമിച്ചല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സരസ്വതി അമ്മയൊക്കെയാണ്. സരസ്വതി അമ്മയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയ കാര്യമൊക്കെ വന്നു. അവിടെ വലിയ വഴക്കൊക്കെ നടന്നല്ലോ. അങ്ങനെ നമ്മുടെ ശീതളാണെങ്കിൽ അതെ സച്ചിൻ, എൻ്റെ അച്ഛമ്മയാണ്, എൻ്റെ അച്ഛമ്മ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ഐസ്ക്രീം എടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കാനാണ്? നീ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ അച്ഛമ്മയോടൊപ്പം ഞാനും ഈ വീട്ടിൽ നിന്ന് പോകുമെന്നും പറഞ്ഞ് സച്ചിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവസാനം സച്ചിനാണെങ്കിലോ ശീതള തൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം സരസ്വതി അമ്മയെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ രഞ്ജിത പ്രതീഷിനെ കാണാനായിട്ട് ജയിലിലെത്തി. അപ്പൊ പ്രതീഷിന് വന്നതും രഞ്ജിത പറയുന്നുണ്ട്, അതെ നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കറിയാം നീ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുള്ളൂ. നിന്റെ കൂടപ്പറപ്പും നിന്റെ അമ്മയും ഒക്കെ നിന്നോട് ചെയ്ത ക്രൂരതകൾ അതൊരിക്കലും ഈ രഞ്ജിതാന്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. നിന്നെ പുറത്തിറക്കാനായിട്ടുള്ള എന്ത് കാര്യവും ഈ രഞ്ജിതാന്റി ചെയ്തു തരുമെന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ സംസാരിക്കുകയാണ്. എൻ്റെ അമ്മ എന്ത് ക്രൂരത ചെയ്തെന്നാ രഞ്ജിതാന്റി പറയുന്നതെന്ന് നമ്മുടെ പ്രതീക്ഷ തിരിച്ചു ചോദിച്ചു. അപ്പോഴാ പറയുന്നത്, അതെ നിന്റെ ഏട്ടൻ അതായത് അനിരുദ്ധ് നീ അവൻ്റെ അനിയനാണെന്ന് പറയാനായിട്ട് വലിയ മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടായിരിക്കും നീ ജയിലിലാണ് എന്നുള്ള സത്യം സുമിത്രയോട് പറയാത്തതെന്ന് പറയുമ്പോൾ പ്രതീക്ഷ ആണെങ്കിലോ അതിന് രഞ്ജിതാന്റി എൻ്റെ അമ്മ മരിച്ചു പോയില്ലേ? എടാ നിന്റെ അമ്മ മരിച്ചു പോയിന്ന് നിന്നോട് ആരാ പറഞ്ഞത്? സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ട്. സുമിത്രയെ ഈ സത്യങ്ങളൊക്കെ അറിയിക്കാതെ അനിരുദ്ധ് കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം സുമിത്രയ്ക്കും എല്ലാ സത്യങ്ങളും അറിയാം. അവളും കൂടി ചേർന്നുകൊണ്ടാണ് നിന്നെ ചതിക്കുന്നത് എന്ന് പറഞ്ഞതും പ്രതീക്ഷനാണെങ്കിൽ വല്ലാതെ സങ്കടമായി. താൻ ജീവന് തുല്യം സ്നേഹിച്ചതാണ് തൻ്റെ അമ്മയെ. ആ അമ്മയും കൂടി തന്നെ ചതിക്കാൻ കൂട്ടുനിന്നു എന്ന് ആലോചിക്കുമ്പോൾ പ്രതീക്ഷന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. നമ്മുടെ രഞ്ജിത പറഞ്ഞത് സത്യമാണോ, അല്ലെങ്കിൽ രഞ്ജിതാന്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇവനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ രഞ്ജിത പറയാണ്, അതെ നീ അകത്ത് കിടക്കുന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. നിനക്കറിയാലോ, അതെ നിന്റെ മകളെ സ്വന്തം മകളെ പോലെയാണ് അനിരുദ്ധും അനന്യയും ഒക്കെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ആ കുഞ്ഞിൻ്റെ മേലുള്ള അവകാശമൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ നിന്നെ ഇറക്കാനുള്ള കാര്യങ്ങളൊന്നും അനിരുദ്ധും സുമിത്രയും ഒന്നും ചെയ്യാത്തത് എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ആൻറ്റി എന്നെങ്കിലും ഒരു ദിവസം ഞാൻ പുറത്തിറങ്ങുമല്ലോ, അന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു. കൂടിപ്പോയ 2 ദിവസം, ആ 2 ദിവസത്തിനകം നീ വെളിയിൽ വരും. അതിനുള്ള കാര്യങ്ങൾ ഈ ആൻറ്റി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രഞ്ജിത ചെയ്ത ആ നന്മയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷ വലിയ സന്തോഷമൊക്കെ ആയി. പ്രതീക്ഷ രഞ്ജിതയ്ക്ക് നന്ദിയൊക്കെ പറയാണ്. ആൻറ്റിക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടായല്ലോ. സ്വന്തം കൂടപ്പറപ്പോ അല്ലെങ്കിൽ പെറ്റ അമ്മയോ പോലും എന്നെ സഹായിക്കാൻ ഇല്ലാതിരുന്ന സ്ഥലത്താണ് ആൻറ്റി എന്നെ സഹായിച്ചത്. ആൻറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യാനും ഈ പ്രതീക്ഷ മുന്നിൽ ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് പ്രതീക്ഷ ഒരു തീക്കളിക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും രഞ്ജിതയാണെങ്കിലോ സകലതും നേടി സകലതും തൻ്റെ കാൽക്കീഴിലാക്കാം എന്നുള്ള രീതിയിൽ മനക്കോട്ട കെട്ടി നിൽക്കുന്നത് കാണിക്കുകയാണ്. അപ്പം ഇതാണ് നാളത്തെ പ്രമോ വിശേഷത്തിലുള്ളത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്